students. So today we are moving on to the module number 4, that is the Right to Information Act. Right to Information Act ne pattittulla details aanu ee module il thirunathu. So with this module your portion will be completed, that is ES inde portions namukku complete cheyam. So what is meant by the right to information? ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓരോ ഇന്ത്യൻ സിറ്റിസൺസിനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഗവൺമെൻറ്റിനോട് ചോദിക്കുക എന്തൊക്കെയാണ് എല്ലാ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, സോ എവറി ഇൻഡിവിജ്വൽ has the freedom to seek any government related information through the RTA Act of 2005. ഈ RTA ആക്ട് വന്നത്, ഇൻഫർമേഷൻ ആക്ട് വന്നത് 2005 അതിൽ നിന്ന് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും. സോ എന്തെല്ലാം റൈറ്റ്സ് ആണ് നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റുന്നത്? ടു ഇൻസ്പെക്ട് ദ വർക്ക്സ്, ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, എന്തെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ അത്, ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്, ഗവൺമെൻറ് റിപ്പോർട്ട്, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ടേക്ക് നോട്ട്സ്, എക്സ്ട്രാക്ട്സ് ആൻഡ് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ്. ചില ഡോക്യുമെൻറ്റ്സിൻ്റെ റെക്കോർഡ്സിന് നമുക്ക് കോപ്പി വേണമെങ്കിൽ, അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പീസ് ആണ് അത് വേണമെങ്കിൽ, നോട്ട്സ് വേണമെങ്കിൽ, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ടേക്ക് സർട്ടിഫൈഡ് സാമ്പിൾസ് ഓഫ് എ മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ട്, ഇപ്പോൾ ഒരു ലോഗ് ബുക്കിൻ്റെ നമുക്കൊരു കോപ്പി വേണമെങ്കിൽ ലോഗ് ബുക്കിൻ്റെ കോപ്പി എടുക്കാം. ആൻഡ് ഓൾസോ ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഇൻ ഫോം ഓഫ് പ്രിൻ്റ് ഔട്ട്, വീഡിയോസ് ഓർ എനി അതർ ഇലക്ട്രോണിക് മോഡ്. ഇപ്പോൾ ഉള്ള ഒന്നും ലോഗ് ബുക്ക് ഒന്നും അങ്ങനെയല്ല, എല്ലാം ഡിജിറ്റൽ ഫോമിൽ. അപ്പോൾ ഡിജിറ്റൽ ഫോമിലുള്ള കാര്യങ്ങളുടെ പ്രിൻ്റ് ഔട്ടോ വീഡിയോയോ അത് ഇലക്ട്രോണിക് മോഡിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. സോ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ നോർമലി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റാണ് 2005 ഗവൺമെൻറ് ഓരോ സിറ്റിസൺസിനും പ്രൊവൈഡ് ചെയ്തതാണ്. ഇൻ വിച്ച് he or she can inspect the works, records or the reports of the documents, take the note, extracts and the certified copies of the documents. Then certified samples of the materials can be collected, and also the printout videos or any kind of electronic model namukku information collect cheyan pattum. So these are the major information that can be collected by a customer or a citizen of India. So ee act endina sherikum vanne ennallathu ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ആക്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ, ടു സെക്യൂർ ആക്സസ് ടു ഇൻഫർമേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് പബ്ലിക് അതോറിറ്റി. പബ്ലിക് അതോറിറ്റിയിലുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. പബ്ലിക് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ല, അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് അപ്രോച്ച് ചെയ്ത് RTA വഴി നമുക്ക് റിട്ട് ഫയൽ ചെയ്യാം. ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വേണം. അപ്പോൾ RTA നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് തരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, ടു പ്രൊമോട്ട് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ് ഓഫ് എവറി പബ്ലിക് അതോറിറ്റി. എല്ലാ പബ്ലിക് അതോറിറ്റിയും വർക്ക് ചെയ്യേണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. അവരുടെ കണക്കുകളാണെങ്കിലും അവരുടെ ഓരോ പ്രോസസ്സ് ആണെങ്കിലും എല്ലാം ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം, അതുപോലെ അക്കൗണ്ടബിളും ആയിരിക്കണം. അത് എല്ലാവരും ആരാണ് ഇതിന് ഉത്തരവാദി എന്നതും ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ നേരെ ചെന്നൊരു എൻറ്റിറ്റിയോട് ചോദിച്ചാൽ, ഒരു പബ്ലിക് അതോറിറ്റിയോട് ചോദിച്ചാൽ ദേ വോണ്ട് ഗീവ് എനി ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ അക്കൗണ്ട്സ് ഓർ എനിത്തിങ്. സോ നമുക്ക് ഓൾവേസ് ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിലൂടെ മാത്രമേ എന്തെങ്കിലും ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ അക്കൗണ്ട്സ് ഓർ എനി അതർ തിങ് ഇഫ് we want to approach this RTI. Third objective is to constitute the Central and State Information Commission. There are two commissions, Central and State Information Commissions ഉണ്ട്. അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ ഫുൾ ഡേറ്റ, ഒരു പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഡേറ്റാസും ഇവർക്ക് അറിയണം. അത് അങ്ങനെയുള്ള അതോറിറ്റീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മീഷൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നെക്സ്റ്റ്, ടു പ്രിസർവ് ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ചെറിയ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി പ്രിസർവ് ചെയ്യാൻ, അതെല്ലാവരും അറിയേണ്ട കാര്യമല്ല, ചോദിക്കുന്നവർക്ക് മാത്രം അറിയിച്ചാൽ പോരെ. ഈ ആര് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അത് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിന് വേണ്ടി നമുക്കതിൻ്റെ ആക്സസ് വേണമെങ്കിൽ മാത്രം ചോദിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTA. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ സർവീസ് ബുക്ക്, ഒരു എംപ്ലോയിന്, ഗവൺമെൻറ് എംപ്ലോയിയുടെ സർവീസ് ബുക്ക് വേണം. അത് ഏത് ആൾക്കാർക്കും കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും ബാക്കിയുള്ളവരുടെ സർവീസ് ബുക്ക് കാണാൻ അധികാരമില്ല. എന്നാൽ അയാൾക്ക് അത് കാണാനുള്ള അധികാരമുണ്ട്. ഡയറക്റ്റ് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ RTA വഴി നമുക്ക് റിട്ട് ഫയൽ ചെയ്തും
ഈ സർവീസ് ബുക്കിൻ്റെ റെക്കോർഡ്. സർവീസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്തു, എത്ര ദിവസം ലീവായിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻക്രിമെൻറ്റ്സ് കിട്ടി, എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, എവിടെയാണ് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഫുൾ ഹിസ്റ്ററി, ദാറ്റ് ഈസ് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഹോം, ആ ഡീറ്റെയിൽസും അതേപോലെ പ്രൊഫഷണൽ ഫുൾ ഹിസ്റ്ററി ആയിരിക്കും നമ്മുടെ സർവീസ് റെക്കോർഡിലുള്ളത്. അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അതിനു വേണ്ടി. ദെൻ ടു ഒബ്റ്റെയിൻ ദ കറപ്ഷൻ ആൻഡ് ടു ഹോൾഡ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെൻറ്റാലിറ്റീസ് അക്കൗണ്ടബിൾ ടു ദ ഗവൺമെൻറ്. എന്ന് വെച്ചാൽ കറപ്ഷൻസ് കണ്ടെയ്ൻ എന്ന് വെച്ചാൽ കൺട്രോളാണ് ഇവിടെ. ടു കൺട്രോൾ ദ കറപ്ഷൻ കൺട്രോൾ ചെയ്യുക. അതേപോലെ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രുമെൻറ്റാലിറ്റീസിനെ, ഗവൺമെൻറ്റിന് കീഴിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണെന്ന്, അവർ എന്നും ഗവൺമെൻറ്റിന് അക്കൗണ്ടബിൾ ആണ്, ഗവൺമെൻറ് എന്ത് ചോദിച്ചാലും കൊടുക്കണം എന്നത് അവരെ ഒന്ന് ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നിരിക്കുന്നത്. സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ആക്ട്. ഫസ്റ്റ് വൺ, ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓൾ ദി പബ്ലിക് അതോറിറ്റി, ടു പ്രൊമോട്ട് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഓൾ ദ പബ്ലിക് അതോറിറ്റി, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ state and central commission of information, to preserve the confidentiality of sensitive information, to contain or the control the corruption, and to hold the government and in instrumentalities accountable to the government. So these are the major objectives of Right to Information Act. Similarly, നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ കുറേ ടേംസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ തന്നെ ഇൻഫർമേഷൻ, അതുപോലെ പബ്ലിക് അതോറിറ്റി, നേരത്തെ പറഞ്ഞു പബ്ലിക് അതോറിറ്റി അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ടേംസിന് നമുക്ക് ഡെഫിനിഷൻസ് അറിയണം, അതെന്താണെന്നുള്ള ബേസിക് ടേംസ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ വരുന്ന ബേസിക് ടേംസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് വിച്ച് ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇൻഫർമേഷൻ. Information means any material in any form, including records, documents, memos, emails, opinions, advices, press releases, circulars, orders, logbooks, papers, samples held in any electronic form, and information relating to any private body which can be accessed by a public authority under any other law for the time being in force. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാവാം, എന്തൊരു മെറ്റീരിയലും ആവാം, അത് ചിലപ്പോൾ റെക്കോർഡിൻ്റെ ഫോമിലോ ഡോക്യുമെൻ്റ് ഫോമിലോ ഇമെയിലോ മെമ്മോയോ ഒപ്പീനിയനോ അഡ്വൈസോ, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണെങ്കിലും, അത് ഇലക്ട്രോണിക് ഫോമിലാണെങ്കിലും അതല്ല റിട്ടേൺ ഫോമിലാണെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. ഒരു പ്രൈവറ്റ് ബോഡിക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. അത് ഒരു പബ്ലിക് അതോറിറ്റി, പ്രൈവറ്റ് ബോഡിയുടെ റിലേറ്റ് ആയിട്ടുള്ള എന്തും ഒരു പബ്ലിക് അതോറിറ്റിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക ഫോർ ദ ടൈം ബീയിങ്. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത്. ഇൻഫർമേഷൻ നോർമലായിട്ടുള്ള എന്ത് ഡേറ്റ, ഒരു കമ്പനീനെ പറ്റി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റയിൽ എന്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ഓൾ ക്യാൻ ബി കളക്റ്റഡ് ഫ്രം ദ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഡോക്യുമെൻറ്റ്സോ മെമ്മോ, ഇമെയിൽ, ഒപ്പീനിയൻ, ഡെസിഷൻ, പ്രസ് റിലീസ്, സർക്കുലർ, ഓർഡർ, ലോഗ് ബുക്ക്, കോൺട്രാക്ട്സ്, റിപ്പോർട്ട്സ്, പേപ്പേഴ്സ്, സാമ്പിൾസ്, മോഡൽസ്, ഡേറ്റ മെറ്റീരിയൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇലക്ട്രോണിക് ഫോംസിൽ കളക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് തിങ് ആർ കോൾഡ് ഇൻഫർമേഷൻ ഇൻ ദ ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓഫ് 2005. സോ നെക്സ്റ്റ് ടേം ഇസ് ദ റെക്കോർഡ്. അപ്പം നമ്മൾ ഇൻഫർമേഷൻ എന്ന ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് വൺ ഇസ് ദ റെക്കോർഡ്. റെക്കോർഡ് മീൻസ് എനി ഡോക്യുമെൻറ്റ്, മാനുസ്ക്രിപ്റ്റ് ഓർ എ ഫയൽ. ഒരു ഡോക്യുമെൻ്റ് ആവാം അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ് ഓഫ് ഫയൽ ആവാം. എനി മൈക്രോഫിലിം, മൈക്രോഫിഷേ ഓർ ദ ഫെസിമൈൽ കോപ്പി ഓഫ് എ ഡോക്യുമെൻറ്റ്. മൈക്രോഫിലിമോ ഒരു ഫെസിമൈൽ കോപ്പി ഓഫ് എ ഡോക്യുമെൻ്റ് ആകാം. എനി റെപ്രൊഡക്ഷൻ ഓഫ് എൻ ഇമേജ് ഓർ ഇമേജസ് ഇമ്പോർട്ടഡ് ഇൻ സച്ച് മൈക്രോഫ്രെയിം. ഒരു മൈക്രോഫ്രെയിമിലുള്ള ഇമേജോ അല്ലെങ്കിൽ ഒരു പുതിയ റിപ്രൊഡ്യൂസ്ഡ് ഇമേജോ ഓർ എനി അതർ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഓർ എനി അതർ ഡിവൈസ്. ഇതിനെയൊക്കെ നമുക്ക് റെക്കോർഡ് എന്ന് പറയും. ഒരു റെക്കോർഡ് എന്ന് പറയത്തില്ലേ, അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സിന് മാനുസ്ക്രിപ്റ്റിൻ്റെയൊക്കെ ഉള്ള ഡോക്യുമെൻ്റ് ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തതാവാം, അതല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഒരു ഇമേജ് ആവാം, റിപ്രൊഡക്റ്റീവ് ഇമേജ് ആയിരിക്കാം, അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് വയ്ക്കത്തില്ലേ ചില കാര്യങ്ങൾ, അതിനെയൊക്കെ നമുക്ക് റെക്കോർഡ് എന്ന് പറയും. സോ ദിസ് ഇസ് കോൾഡ് എ റെക്കോർഡ്. നെക്സ്റ്റ് ടേം ഇസ് ദ പബ്ലിക് അതോറിറ്റി. Public authority means an authority or a body or institution of self-government established or constituted by or under the Constitution. പലതുണ്ട്. അതൊരു അതോറിറ്റി അല്ലെങ്കിൽ ബോഡി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സെൽഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്.
ആര് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള ഒരു അതോറിറ്റി ആവാം, ഒരു ബോഡി ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഓ ബൈ എനി അതർ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഓ ബൈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ഓർ ഓർഡർ മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ആയിട്ടുള്ള ഓർഡറിനനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷന് ബേസ് ചെയ്തിട്ടുള്ളത് ഒരു ബോഡി ഓർ അതോറിറ്റി ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം. So these all can be called as a public authority. So in totally നമുക്ക് പറയാം അത് controlled and substantially financed by the central or state government or non-government organization. NGOസോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള നാഷണൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഒക്കെ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ആവാം ഒരു പബ്ലിക് അതോറിറ്റി. അത് ഡയറക്റ്റ് ചിലപ്പോൾ ഫിനാൻസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫിനാൻസിങ് ആയിരിക്കും, സ്റ്റേറ്റിൻ്റെയോ സെൻട്രലിൻ്റെയോ അതേപോലെ NGOസിൻ്റെയോ. ഇങ്ങനെയുള്ള ഒരു ബോഡി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ അതോറിറ്റി ഓഫ് എ സെൽഫ് ഗവൺമെൻറ് established or constituted under the constitution or by the state or the parliament or the central government or the state government is called a public authority, and they are financed completely, that is directly or indirectly by the state, central or the NGOs. So this is called, or this is what is called a public authority. And these public authorities and many functions, they have many obligations. What are they? They need to maintain all record duly catalogued and indexed for easy access of information. ഈ പബ്ലിക് അതോറിറ്റീസ് ആണ് എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതേപോലെ ഇൻഡെക്സ് ചെയ്ത് കാറ്റലോഗ് ചെയ്ത് വെക്കണം. എന്താണെന്നുള്ളത് ആദ്യമേ മെൻഷൻ, നമ്മളൊരു ബുക്കിൽ ഇൻഡെക്സ് ഒക്കെ കാണാം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇൻഡെക്സ് ഉണ്ടാവും, എന്ത് കണ്ടൻസ് ഏത് പേജിലാണെന്നുള്ള രീതി. ഇതേപോലെ ഓരോ റെക്കോർഡ്സും എന്താണെന്നും അത് എവിടെയാണെന്നും ഉള്ളത് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം ഒരു പബ്ലിക് അതോറിറ്റീന്. അതെന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഈസി ആയിട്ട് ആ റെക്കോർഡ്സ് ഡോക്യുമെൻറ്റ്സ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ദിസ് ഇസ് ഡൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് the records are to be computerized within the reasonable time, and all resources are to be digitalized. It is the duty of the public authority to make this record computerized. എല്ലാ സിസ്റ്റംസും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കേണ്ടതും ഈ പബ്ലിക് അതോറിറ്റിയുടെ റൈറ്റ്സ് ആണ്. ചിലപ്പോൾ ചില ഡോക്യുമെൻറ്റ്സ് ഒന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കില്ല, ബട്ട് ആസ് ഓഫ് ടുഡേ വി വോണ്ട് ടു കമ്പ്യൂട്ടറൈസ് ഇറ്റ്, ആൻഡ് ഓൾ ദ റിസോഴ്സസ് ഷുഡ് ബി ഡിജിറ്റലൈസ്. എല്ലാ റിസോഴ്സും ഡിജിറ്റലൈസ് ആക്കുക. ദിസ് ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി public authority. Another function is designate an officer as a central public information officer or state public information officer, and also appoint an assistant IPO. These all persons are required. PIO are required. Okay, so these are the major PIO means public information officer. So this are the another designation, another duty or obligation. So നമ്മൾ ഈ പബ്ലിക് അതോറിറ്റിയുടെ റൈറ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ഒരു സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ, അതുപോലെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഒരു സ്റ്റേറ്റിൻ്റെ ഉണ്ടാവണം, സെൻട്രലിൻ്റെ ഉണ്ടാവണം, പിന്നെ അതേപോലെ ഒരു അസിസ്റ്റൻറ്റും ഉണ്ടാവണം പബ്ലിക് ഇൻഫർമേഷൻ. ദീസ് ഓൾസോ ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ പബ്ലിക് അതോറിറ്റി. അനദർ ഡ്യൂട്ടി ഇസ് to publish all the particulars of this organization's functions, duties, powers, and duties of the officers, procedure followed the decision making, statement of decisions. There is all other one. Categories of the documents held under the control, the directory of the officers, employees, budget allocated for each agency, details of the monthly remuneration received by the officers, names, their designations, everything. എന്തെല്ലാം ഇൻഫർമേഷൻ ആണെങ്കിലും ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള പെർട്ടിക്കുലേറ്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്, പവേഴ്സ്, ഇതെല്ലാം. പിന്നെ ഓരോ എംപ്ലോയീസിൻ്റെ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ സാലറി എന്താണ്, അവരുടെ ഒരു ഡയറക്ടറി തന്നെ എംപ്ലോയീസിൻ്റെ, അവരുടെ ബഡ്ജറ്റ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അവർക്ക് എത്രയാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, അവരുടെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും പബ്ലിക് അതോറിറ്റിയുടെ റൈറ്റ് ആണ്. സോ ദീസ് ഓൾ ആർ ദ മേജർ ഒബ്ലിഗേഷൻസ് ഓഫ് എ പബ്ലിക് അതോറിറ്റി. വാട്ട് ആർ ദേ? ഫസ്റ്റ്, they want to maintain records of all the things, all the information available. It should be indexed and cataloged for easy access. Then
the records, all the records of the organization and about the employees should need to be computerized, and all the resources are to be digitalized. Then they want to designate an officer as a central public information officer and a state public information officer, and an assistant public information officer is also required. Then they want to publish all the particulars of the organization, including their functions, duties, and the powers of the employees, their remuneration, the budget allocated for them, their designation, their names, the directory, everything അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും പബ്ലിക് അതോറിറ്റിയുടെ ഫങ്ഷനാണ്. Another important term that we can see in a Right to Information Act is the appropriate government. Appropriate government എന്നൊരു term നമ്മൾ Right to Information Actൽ കാണും. What is that? It means in relation to a public authority. ഒരു public authority ആയിട്ട് relate ചെയ്യുമ്പോൾ which is established, constituted, owned and controlled or substantially financed by fund provided directly or indirectly. They are public authority which is established, constituted, owned and controlled by അല്ലെങ്കിൽ അവരുടെ ഫണ്ട് കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, അതല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനിലാവാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലാവാം. സോ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു എ പബ്ലിക് അതോറിറ്റി ഇസ് വാട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, constituted, owned, controlled and substantially financed and the funds provided by the state government, central government or the union territory administration. ഇതിനെയാണ് നമ്മളൊരു appropriate government എന്ന് പറയുന്നത്. Okay, so we have discussed what are the major terms like the information, then record, then the public authority, their obligations, and now we have discussed what is a appropriate government. Another term that we want to study is the competent authority. What is a competent authority? Competent authority means he can be the speaker in case of the House of People or the Legislative Assembly of a state or union territory having such assembly, and the chairman in case of Council of State or Legislative Council of a state. Competent authority ഒന്നെങ്കിൽ സ്പീക്കർ ആവാം. സ്പീക്കർ എപ്പോഴാവുന്നത് ഹൗസ് ഓഫ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് ആണെങ്കിൽ സ്പീക്കർ ആവാം, അതല്ലെങ്കിൽ ഒരു ചെയർമാൻ ആകാം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് ചെയർമാൻ ആകാം. ഇവർ രണ്ടുപേരും കോമ്പറ്റൻ്റ് അതോറിറ്റി ആവാം. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ക്യാൻ ബി എ കോമ്പറ്റൻ്റ് അതോറിറ്റി. സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആവാം, അതല്ലെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആവാം. ഇങ്ങനെ എല്ലാവർക്കും ഈ 4 പേർക്കും നമുക്ക് കോമ്പറ്റൻ്റ് അതോറിറ്റി എന്ന് പറയാം. ദാറ്റ് ഇസ് സ്പീക്കർ ഇഫ് ഇൻ കേസ് ദ ഹൗസ് ഓഫ് പീപ്പിൾ ഓർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് ഓർ എ യൂണിയൻ ടെറിട്ടറി, ഇഫ് ഇൻ കേസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ്, അങ്ങനെയാണെങ്കിൽ ചെയർമാൻ, ഒന്നുകിൽ ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കർ, അതർവൈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. These all people can be the competent authority. This is another term in Right to Information Act. And the next one is the Public Information Officer. It is another term. Public Information Officer ആണ് ഇനി വേറൊരു ടേമായിട്ട് നമ്മൾ കാണുന്നത്. ആൻഡ് ഹി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഇൻ എ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അയാളാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് തരുന്ന ആൾ. ഓക്കെ, സോ ഹൂ ഇസ് എ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ PIO? ദാറ്റ് ഈസ് ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ ബോഡിയിലോ അതോറിറ്റിയിലോ പബ്ലിക് അതോറിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്ന, RTIയുടെ കീഴിലെ പബ്ലിക് അതോറിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് ബോഡിയോ അല്ലെങ്കിൽ അതോറിറ്റിയോ ഡിപ്പാർട്ട്മെൻറ്റിനോ കമ്പൽസറി ആയിട്ട് ഒരു ഓഫീസറിനെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യണം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ. അവരെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. So he is appointed by every government department, body or authority who is referred to as a public authority under the RTA Act. എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. വാട്ട് ആർ ഹിസ് മേജർ റോൾസ് എന്ന് ചോദിച്ചാൽ അയാളായിരിക്കണം ഈ RTA ആപ്ലിക്കേഷൻസ് നമ്മൾ ഓരോരുത്തരും പൈസ അടച്ച് 30 രൂപയുടെ പൈസ അടച്ച് നമ്മൾ 30 രൂപയോ 10 രൂപയുടെയാണ് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ അനുസരിച്ച് ആണിത് പ്രോസസ് ആവുന്നത്.
അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യേണ്ടതും അതെല്ലാം റിസീവ് ചെയ്യേണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റിസീവ് ചെയ്യേണ്ടത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. ആൻഡ് ഇതിനുള്ള അപ്രോപ്രിയേറ്റ് മാനറിൽ ആൻസർ ചെയ്യേണ്ടതും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. ഹി വോണ്ട് ടു ഗെറ്റ് ദോസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ പബ്ലിക് ഓഫീസേഴ്സ് ഇത് നോക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താണ് ഏത് ഇൻഫർമേഷനാണ് വേണ്ടതെന്നായിരിക്കും നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുള്ളി കളക്ട് ചെയ്യും. സംടൈംസ് ദോസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ആ ഇൻഫർമേഷൻ നമുക്ക് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇഫ് ഇറ്റ് ഇസ് എ സീക്രട്ട് ഇൻഫർമേഷൻ. ചിലത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറേ ഇൻഫർമേഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാവും. അതൊഴികെ വേറെ എന്ത് ഇൻഫർമേഷനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് നമുക്ക് തരും. Okay, he also provides all concerned and relevant information to the applicant. ആപ്ലിക്കൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൺസേൺഡ് ആൻഡ് റിലവൻറ്റ് ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യേണ്ടതും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. സിമിലർലി ടു എൻഷുർ ഓൾ നെസസറി സ്റ്റെപ്സ് ടേക്കൺ ടു റെൻഡർ ഓൾ അസിസ്റ്റൻസ് ടു സിറ്റിസൺ ഹു നീഡ് ടു സീക്ക് ഇൻഫർമേഷൻ. ഇപ്പം ഏതെങ്കിലും ഒരു സിറ്റിസന് ഇൻഫർമേഷൻ സീക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നോർമൽ സിറ്റിസന് അറിയില്ല. ഹി നോസ് ദാറ്റ് ഹി ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ത്രൂ ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ബട്ട് വാട്ട് ഈസ് ടു ബി ഡൺ, എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യണമെന്നൊന്നും ഒരു ലോക്കൽ സിറ്റിസന് അറിയണ്ടാവില്ല. സോ ദറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ടു എൻഷുർ ദാറ്റ് ടു പ്രൊവൈഡ് ഓൾ ദി നെസസറി സ്റ്റെപ്സ് ആൻഡ് ടു ഗീവ് അസിസ്റ്റൻസ്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഗൈഡൻസ് കൊടുക്കേണ്ടി വരും ഓരോ സിറ്റിസൺസ്. നിങ്ങൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തെടുക്കും, അതിന് ഇത്ര ഫീ അടയ്ക്കണം എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ഗൈഡായിട്ട് ആക്ട് ചെയ്യാനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. അനദർ വൺ ഇസ് ആൻസർ ഓൾ ക്വരീസ് ഓഫ് സിറ്റിസൺസ് ഇൻ എൻ എഫക്റ്റീവ് ആൻഡ് കോംപ്രിഹെൻസീവ് ആണ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. So mainly these are the major duties of a public information officer. That is, he is appointed by every government department, body or authority which is referred to as a public authority. And in each department, ഒരു കമ്പനിയുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഗവൺമെൻറ് എൻറ്റിറ്റിയുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവണം. ആൻഡ് ഹി ഹാസ് ഗിവൺ ദ ഡ്യൂട്ടി ടു കളക്ട് ഓൾ ദി RTI information and also give answers to these applications. He want to give all information related to the ആപ്ലിക്കൻറ്റ്. പിന്നെ എന്തെങ്കിലും ആ ആപ്ലിക്കൻറ്റിന് എങ്ങനെ ഇത് റിട്ട് ഫയൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ ഷുഡ് ആക്ട് ആസ്, ദാറ്റ് ഈസ് എ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഷുഡ് ആക്ട് ആസ് എ ഗൈഡ് ഫോർ ദി every citizens who want to seek information from the department. Then he want to give the answers, all answers to the citizens in a comprehensive manner and also in an effective manner. അവർക്ക് വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കഴിവുണ്ടാവണം. So these are the major functions. So today we have discussed some of the terms mainly. First we have seen what is the Right to Information Act, what are the rights included. And then we have seen why this act is important and what are the objectives or importance of this act. സെൻസിറ്റീവ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, കറപ്ഷൻ കുറയ്ക്കാൻ, അതേപോലെ എല്ലാ ഇൻഫർമേഷൻ കിട്ടാൻ, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി. ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ്. ദെൻ വി ഹാവ് സീൻ വാട്ട് ഈസ് മെൻ ബൈ ഇൻഫർമേഷൻ, ദെൻ വാട്ട് ഈസ് ദ റെക്കോർഡ്, വാട്ട് ഈസ് എ പബ്ലിക് അതോറിറ്റി ആൻഡ് ദ obligations, എന്തെല്ലാമാണ് ഒരു പബ്ലിക് അതോറിറ്റിയുടെ ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞു. Then we have discussed what is an appropriate government and a competent authority, and at last we have studied what is a public information officer and what are his duties. So today നിങ്ങൾ ഒരു ചെറിയ നോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കേണ്ടത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ PIO അത് എന്താണെന്ന് ഒരു ഷോർട്ടായിട്ട്, ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ്, ഓർ ഇഫ് യു വോണ്ട് യു ക്യാൻ ജസ്റ്റ് ഗീവ് ദ വോയിസ് നോട്ട് ഓൺ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഐ ക്യാൻ ഗീവ് ദ ക്ലാരിഫിക്കേഷൻ. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിത്ത് എ പ്രൊസീജിയർ ഫോർ ദിസ് ആപ്ലിക്കേഷൻ. നമ്മൾ എങ്ങനെയാണ് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതാണ് ഇനിയുള്ള സെഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ എം എൻഡിങ് മൈ സെഷൻ. താങ്ക് യു. മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ.